ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബി-സ്പെക്. ഏതൊരു അത്ഭുത പിറവിക്ക് പുറകിലും ഒരു ചരിത്രമുണ്ടാകും. 1964 ലോകം സാക്ഷ്യം വഹിച്ചത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു കാറിൻ്റെ പിറവിക്കായിരുന്നു. യെസ്, ദി ഫോർഡ് മസ്താങ്. അന്ന് തൊട്ട് ഇന്നിപ്പോൾ 2025 ഫോർഡ് മസ്താങ് എന്ന പേര് ലോകത്തെ കാർ പ്രേമികൾക്കിടയിൽ ഉണ്ടാക്കിയ തരംഗം ചെറുതല്ല. 1964 ഇറങ്ങിയ ജനറേഷൻ 1 മസ്താങ്ങിൽ തുടങ്ങി ഇന്നിപ്പോൾ ഇലക്ട്രിക്കായി മാറിയ ജനറേഷൻ 7 മസ്താങ്ങിൽ എത്തി നിൽക്കുമ്പോഴും മസിൽ കാർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന രൂപവും ശബ്ദവും പേരും അത് മസ്താങ്ങിൻ്റെതായിരിക്കും. മസ്താങ്ങിൻ്റെ പിറവി എങ്ങനെയായിരുന്നു എന്ന് നോക്കുമ്പോൾ 1960കളിൽ അമേരിക്കൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി ഒരു മാറ്റത്തിൻ്റെ പാതയിലായിരുന്നു. അവർ തിരഞ്ഞത് ചെറിയതും എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റൈലിഷ് സ്പോർട്ടി കാറുകളെയാണ്. അങ്ങനെ മറ്റു കമ്പനികളോട് മത്സരിക്കാൻ ഫോർഡും രംഗത്തെത്തി. അന്നത്തെ ഫോർഡ് എക്സിക്യൂട്ടീവായിരുന്ന ലീ ലക്കോക്കയും ടീമും ചേർന്ന് 18 മാസത്തെ ശ്രമത്തിനൊടുവിൽ 1964 ഫോർഡ് മസ്താങ് എന്ന പടക്കുതിരയെ പുറത്തിറക്കി. 10,000 യൂണിറ്റ് വർഷത്തിൽ വിൽക്കാൻ ലക്ഷ്യം വെച്ച കമ്പനി ആദ്യ ദിനം തന്നെ വിറ്റത് 22,000-ഓളം മസ്താങ് മോഡലുകളായി. വൈകാതെ തന്നെ അമേരിക്കൻ കാർ കൾച്ചറിൻ്റെ മുഖമായി മാറാൻ മസ്താങ്. 1965 കമ്പനി മസ്താങ് ഫാസ്റ്റ്ബാക്ക് എന്ന മോഡലിന് ജന്മം കൊടുത്തു. 1967 മസ്താങ്ങിന് ഒരു നിർണായക വർഷമായിരുന്നു. ഇൻഡസ്ട്രിയിലേക്ക് പുതിയതായി വരുന്ന ഷെവർലെ കമാരോ, പോണ്ടിയക് ഫയർബേർഡ് തുടങ്ങിയ കരുത്തരോട് പിടിച്ചു നിൽക്കാൻ മസ്താങ്ങിന് ചില മാറ്റങ്ങൾ അനിവാര്യമായി. 1967 വീണ്ടും റീഡിസൈൻ ചെയ്ത് ഫാസ്റ്റ്ബാക്ക് GT മോഡൽ പുറത്തിറക്കി. 1968 ഇറങ്ങിയ ബുള്ളറ്റ് എന്ന ഹോളിവുഡ് മൂവിയിൽ 68 മോഡൽ ഡോഡ്ജിനെ മറികടന്നു പോകുന്ന മസ്താങ് കൂടുതൽ ജനപ്രിയമായി മാറി. മസ്താങ്ങിൻ്റെ കഥ തുടർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഗായ്സ്, ഇനി നമുക്ക് നമ്മുടെ മസ്താങ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ അതേ ഇരിക്കുന്നു നമ്മുടെ സാധനം. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. ഇത് മെയ്സ്റ്റോ ബ്രാൻഡ് പുറത്തിറക്കുന്ന 1:18 സ്കെയിൽ മോഡൽ കാറാണ് കേട്ടോ. മെയ്സ്റ്റോ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ ലൈസൻസഡ് പ്രൊഡക്റ്റുകൾ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ്. ഇത് മെയ്സ്റ്റോയുടെ ഒരു സ്പെഷ്യൽ എഡീഷൻ പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഇതിനകത്ത് എഴുതി വെച്ചാണ് 3+ ഇയേഴ്സ് ആണ്. അത്യാവശ്യം നല്ലൊരു പാക്കിങ്ങോട് കൂടിയാണ് വന്നത്. കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ദേ വന്നു നമ്മുടെ സാധനം. ടൈറ്റാണല്ലോ. ആടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എൻ്റെ അവിടെ സ്പെഷ്യൽ എഡീഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മോഡൽ നെയിം കാണാം, 1967 ഫോർഡ് മസ്താങ് GTA ഫാസ്റ്റ്ബാക്ക്. ഞാൻ ഇതും കൂടി ഒന്ന് പൊളിച്ചളയട്ടെ. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സാധനം നല്ല നൈസായിട്ടുണ്ട് കേട്ടോ. പക്ക ഡീറ്റെയിലിങ്. നല്ല തിളങ്ങണ കളറാണ് പെയിൻറ്റിങ്. അടിപൊളി സാധനം.
നമുക്കിത് ഇനി ഒന്ന് അൺസ്ക്രൂ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ. അതിൻ്റെ പെയിൻ്റൊക്കെ നല്ലൊരു പെയിൻറ്റ്. മസ്താങ്ങിൻ്റെ അന്നത്തെ പെയിൻറ്റിൻ്റെ പേര് റാവൺ ബ്ലാക്ക് എന്നായിരുന്നു. ഏകദേശം അതുപോലെയൊക്കെ തന്നെയുണ്ട്. നമുക്ക് പിന്നെ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒറിജിനലുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. GT എന്നൊക്കെ എഴുതിയാണ്. GT മോഡലാണ്. അതിൻ്റെ ടയർ റബ്ബർ ടയറാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ഷോക്കൊന്നും അങ്ങനെ ഇല്ല. പിന്നെ പെയിൻറ്റിങ് ആണ്. സിമ്പിളൊക്കെ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രില്ലും ഫ്രണ്ട് ലുക്കാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല റാവൺ ബ്ലാക്ക് എന്നാണ് അന്നിറങ്ങിയ മസ്താങ്ങിൻ്റെ ബ്ലാക്കിന് കൊടുത്തിരുന്ന പേര്. ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ആ സ്റ്റെപ്പിൻ്റെ അവിടെ ഫോർഡ് എന്നൊക്കെ എഴുതിയാണ്. അതുവരെ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് വരെ ചെയ്തിട്ടുണ്ട്. സീറ്റിൻ്റെ ടെക്സ്ചറൊക്കെ അതേ ടെക്സ്ചർ, ഒറിജിനൽ ടെക്സ്ചറാണ്. രണ്ട് സ്റ്റിയറിംഗ് കൺസോള് ആ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല മസ്താങ് എന്നൊക്കെ എഴുതി. ആ ബാക്കിലത്തെ സിമ്പിൾ GT സിമ്പിൾ വരെ അത്യാവശ്യം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. കൺസോൾ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗം നിങ്ങൾ ഒറിജിനലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഞാനത് ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം. ഒറിജിനൽ എങ്ങനെയാണ് ഇത്, അതും കൂടി കമ്പയർ ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് കാണിക്കാം. ഒന്ന് കണ്ടോ, രണ്ടും അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് വരെ ചെയ്തിട്ടുണ്ട്. ഇനി അണ്ടർ ബോഡി നോക്കാം. വലിയ കുഴപ്പമില്ലാതെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. മോഡലിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഉണ്ട് സാധനത്തിന്. നല്ല നൈസാണ്, എനിക്കിഷ്ടപ്പെട്ട്. പെയിൻറ്റ് ജോബൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. കൊള്ളാം എന്തായാലും. ഇനി ഒരു സാധനം കൂടി കാണിക്കാനുണ്ടല്ലോ, എൻജിൻ റൂം. ഫുഡിൻ്റെ അടിയിൽ എന്താ നോക്കട്ടെ. എൻജിൻ റൂമൊക്കെ നല്ല കിടിലിനായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് വരെ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. കൊള്ളാം എന്തായാലും, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കോഷൻ ഫാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നല്ല ഡീറ്റെയിലിംഗ് ആണ്. ഞാൻ എൻ്റെ ഇതും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, രണ്ടും തമ്മിൽ അത്രയ്ക്കും സിമിലാരിറ്റി ഉണ്ട്. നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്തായാലും കൊള്ളാം. റിയർ വ്യൂ ഒക്കെ കണ്ടില്ലേ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. GT സിമ്പലും ഒക്കെ കൊള്ളാം. നല്ല പക്ക ഫിനിഷിങ്ങോടുകൂടി ചെയ്തിട്ടുണ്ട്. നൈസായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വിഷ്വൽസ് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത മോഡലുമായിട്ട് ഉടനെ വരാം. കീപ് സപ്പോർട്ടിങ് ഗൈസ്.
താങ്ക് യു ആൻഡ് ബൈ.